ഹലോ എവരിവൺ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന തെർമോഡൈനാമിക്സിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന ടോപ്പിക്കാണ്. പ്യുവർ സബ്സ്റ്റൻസിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസിൽ ത്രൂ ഔട്ട് ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് എ ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ ത്രൂ ഔട്ട്. ഒരു സബ്സ്റ്റൻസിൽ ത്രൂ ഔട്ട് ഒരേ കെമിക്കൽ കോമ്പോസിഷൻ ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇപ്പോൾ വാട്ടർ, ഹീലിയം, നൈട്രജൻ അങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസ് എപ്പോഴും ഒരു സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട്, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹീലിയം, നൈട്രജൻ അങ്ങനെ ഒരു സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്തായിരിക്കണം? ഒരു സിംഗിൾ കെമിക്കൽ കോമ്പോസിഷൻ ത്രൂ ഔട്ടുള്ള ഹോമോജീനിയസ് മിക്സ്ചറിനെ നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. അതായത് ഒരു സിംഗിൾ കെമിക്കൽ കോമ്പോസിഷനുള്ള ഹോമോജീനിയസ് മിക്സ്ചറും എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതാണ് അതിന് ഒരു എക്സാമ്പിൾ ആണ് എന്ത്? എയർ. എയർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാരണം എന്താണ്? എയർ ത്രൂ ഔട്ട് എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയും നമുക്ക് അപ്പോൾ എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസിന്റെ കേസിൽ നമുക്ക് ഒന്നോ അതിലധികമോ ഫേസസിലുള്ള സബ്സ്റ്റൻസിനെയും നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എല്ലാ ഫേസിലും സെയിം ആണെങ്കിൽ, ഇപ്പോൾ ഒരു രണ്ട് ഫേസിലുള്ള ലിക്വിഡ് ഫേസിലും സോളിഡ് ഫേസിലും ഉള്ള സബ്സ്റ്റൻസിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്താണ്? എല്ലാ ഫേസിലും സെയിം ആണെങ്കിൽ നമുക്ക് അതിനെയും എന്ത് പറയാം? അതിൻ്റെ മിക്സ്ചറിനെയും നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. എ മിക്സ്ചർ ഓഫ് 2 or more phases of a pure substance is still a pure substance as long as chemical composition of all phases is same. അതായത് രണ്ട് പ്യുവർ സബ്സ്റ്റൻസിന്റെ രണ്ട് ഫേസിലുള്ള മിക്സ്ചർ, അല്ലെങ്കിൽ ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ രണ്ട് ഫേസസിലുള്ള മിക്സ്ചറിനെ നമുക്ക് എന്ത് പറയാം? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. എപ്പോഴും അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ആ രണ്ട് ഫേസിലും സെയിം തന്നെയാണെങ്കിൽ നമുക്ക് അതിന്റെ മിക്സ്ചറിനെ ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വാട്ടറും ഐസും. വാട്ടർ എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഐസ് സോളിഡ് സ്റ്റേറ്റിലാണ്. പക്ഷെ ഇതിന്റെ മിക്സ്ചറിനെ, ഐസിന്റെയും വാട്ടറിന്റെയും മിക്സ്ചറിനെയും നമുക്ക് എന്ത് പറയാം? ഒരു പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. കാരണം രണ്ടിന്റെയും കെമിക്കൽ കോമ്പോസിഷൻ സെയിം തന്നെയാണ്. അങ്ങനെ കെമിക്കൽ കോമ്പോസിഷൻ സെയിം ആയിട്ടുള്ള പ്യുവർ സബ്സ്റ്റൻസിന്റെ ഡിഫറെന്റ് ഫേസസിന്റെ മിക്സ്ചേഴ്സിനെ നമുക്ക് എന്ത് പറയാം? അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് തന്നെയാണെന്ന് പറയാം. ഇതേസമയം എയറിന്റെ കേസിൽ എയറിന്റെ മിക്സ്ചർ, അതായത് ലിക്വിഡ് എയറും ഗ്യാഷ്യസ് എയറിന്റെയും മിക്സ്ചർ എടുക്കുകയാണെങ്കിൽ അതൊരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. അത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് അല്ല. കാരണം എന്താണ്? അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ, ലിക്വിഡ് എയറിന്റെ കെമിക്കൽ കോമ്പോസിഷനും ഗ്യാഷ്യസ് എയറിന്റെ കെമിക്കൽ കോമ്പോസിഷനും രണ്ടാണ്. അപ്പോൾ അങ്ങനെ ലിക്വിഡ് എയറിന്റെയും ഗ്യാഷ്യസ് എയറിന്റെയും ഒരു മിക്സ്ചർ എടുത്തിട്ട് നമ്മളോട് പ്യുവർ സബ്സ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. കാരണം എന്താണ്? ലിക്വിഡ് എയറിന്റെ കോമ്പോസിഷനും ഗ്യാഷ്യസ് എയറിന്റെ കോമ്പോസിഷനും രണ്ടാണ്. അതുകൊണ്ട് അതിന്റെ മിക്സ്ചർ എന്തല്ല? ഒരു പ്യുവർ സബ്സ്റ്റൻസ് അല്ല. അതേസമയം വാട്ടറിന്റെ കേസ് ആണെങ്കിൽ വാട്ടറും ഐസും ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാരണം വാട്ടർ ഐസിന്റെ മിക്സ്ചർ എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാരണം എന്താണ്? രണ്ടിന്റെയും കെമിക്കൽ കോമ്പോസിഷൻ, രണ്ട് ഫേസിലെയും കെമിക്കൽ കോമ്പോസിഷൻ സെയിം തന്നെയാണ്. ഇനി ഈ പ്യുവർ സബ്സ്റ്റൻസിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സ്, ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഫേസ് ചേഞ്ചിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഡയഗ്രാം, PV ഡയഗ്രാം, TV ഡയഗ്രാം, PT ഡയഗ്രാം, PVT സർഫസ് ഡയഗ്രാം, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഡയഗ്രാംസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ സെൻസിബിൾ ഹീറ്റ് എന്താണ്, ലാറ്റന്റ് ഹീറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്യുവർ സബ്സ്റ്റൻസിൽ നിന്ന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സിനെ പറ്റിയാണ്. അപ്പോൾ ഫേസ് ചേഞ്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സോളിഡിൽ നിന്ന് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആവും, ലിക്വിഡ് വേപ്പറൈസ് ചെയ്ത് ഗ്യാസ് ആവും. അപ്പോൾ ആ ഒരു ഫേസ് ചേഞ്ച് പ്രോസസ്സിൽ എന്തൊക്കെ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്യുവർ സബ്സ്റ്റൻസിൽ
ഹീറ്റ് ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഹീറ്റ് റിമൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ പ്യുവർ സബ്സ്റ്റൻസിന് ഫേസ് ചേഞ്ചസ് നടക്കും അല്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ് ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഫേസ് ചേഞ്ച് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐസ് എടുക്കുക. അതായത് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഐസാണ്. -10 ഡിഗ്രി സെൽഷ്യസ് 180 ml ഒരു ഐസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു യൂണിറ്റ് മാസ് ഐസ് ഒരു സിലിണ്ടർ പിസ്റ്റൺ മെഷീനിൽ ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് മാസ്. ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഐസിനുണ്ടാകുന്ന ഫേസ് ചേഞ്ച് പ്രോസസ്സ്, ഐസ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണല്ലോ. അപ്പോൾ ആദ്യം ഇവിടെ ഈ ഒരു ഗ്രാഫിൽ ആ ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ ഐസിൻ്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഗ്രാഫിൻ്റെ വൈ ആക്സിസിൽ ടെമ്പറേച്ചറും എക്സ് ആക്സിസിൽ ഹീറ്റ് അഡീഷനുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ്? -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു. -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് 0 ഡിഗ്രി സെൽഷ്യസ് വരെയാവും. നമുക്കറിയാം ഐസ് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വാട്ടർ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് വരെ ഐസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഫേസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഫേസിന് വ്യത്യാസം വരുന്നില്ല. ഈ AB എന്നുള്ള പ്രോസസ്സ്, അതായത് എയിൽ എത്രയാണ്? -10 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ്. അതിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ B എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നു. B എന്നുള്ള സ്റ്റേജിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? ഐസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഹീറ്റ് അഡീഷനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. സെൻസിബിൾ ഹീറ്റിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? സെൻസിബിൾ ഹീറ്റിങ്ങിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, ഫേസ് ചേഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഹീറ്റ് അഡീഷൻ വിത്തൗട്ട് ഫേസ് ചേഞ്ചിന് നമുക്ക് എന്ത് പറയാം? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എന്ത് ചെയ്യുന്നു? -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് എന്ത് ചെയ്യുന്നു? 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ. അതാണ് പ്രോസസ്സ് AB എന്നുള്ള പ്രോസസ്സായിട്ട് നമ്മൾ ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ ഐസ് എന്തായി? ഐസ് സോളിഡ് സ്റ്റേറ്റിൽ അതിന് വെള്ളം സോളിഡ് സ്റ്റേറ്റിൽ ആവുന്ന മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിന് മുകളിലോട്ടേക്ക് ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും? വെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിലേക്ക് നമ്മൾ വീണ്ടും ഒരു യൂണിറ്റ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് എത്ര വരെ മെൽറ്റ് ചെയ്യും? ഈ കംപ്ലീറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള യൂണിറ്റ് മാസ് ഐസ് കംപ്ലീറ്റ് ആയിട്ട് 0 ഡിഗ്രി വാട്ടർ ആകുന്നവരെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് മെൽറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഈ BC എന്നുള്ള ഗ്രാഫിലെ പാർട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഐസ് വാട്ടറായിട്ട് ഫേസ് ചേഞ്ച് നടക്കുന്നു അല്ലേ? അപ്പോൾ ഈ B to C എന്നുള്ള പോയിന്റിൻ്റെ ഇടയിൽ എവിടെ ഒരു പോയിന്റ് സെലക്ട് ചെയ്യണം, അവിടെ എന്തായിരിക്കും? ഐസിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ്ചറാണ് ഉണ്ടാവുക. അവിടെ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്യൂഷൻ ഓഫ് ഐസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റൻറ്റ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് അഡീഷൻ കോസിങ് ഫേസ് ചേഞ്ച് അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ ഫേസ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹീറ്റ് അഡീഷൻ. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അവിടെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ B എന്നുള്ള പോയിന്റ് വരെ എന്താണ്? 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസാണ്. Bയിൽ ഒരു യൂണിറ്റ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് Bനെ നമ്മൾ എന്ത് പറയും? സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫേസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സാച്ചുറേഷൻ സ്റ്റേറ്റിലേക്ക് നമ്മളൊരു യൂണിറ്റ് ഹീറ്റ് ആഡ് ചെയ്ത് സംഭവിക്കും? പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലിക്വിഡിലേക്ക് ഫേസ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ സോളിഡ് സാച്ചുറേഷൻ സ്റ്റേറ്റ് എന്ന് പറയും. അവിടെ എന്താണ്? അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്ന പോയിന്റാണ് B എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു സാച്ചുറേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ
ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ലാറ്റന്റ് ഹീറ്റിംഗ് ആണ്, ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുന്നു ഈ BC എന്നുള്ള പ്രോസസ്സിൽ. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് C to D, അതായത് ഈ ഒരു കർവ് C to D. ഇവിടെ എന്താണ്? ഇവിടെ ഈ C എന്നുള്ള പോയിന്റിൽ എന്താണ്? കംപ്ലീറ്റ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ, ഈ സബ്സ്റ്റൻസിന് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. എത്ര ഡിഗ്രി വരെ? നമുക്കറിയാം വാട്ടർ ബോയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വേപ്പറൈസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ C എന്നുള്ള പോയിന്റിൽ നമ്മളൊരു യൂണിറ്റ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ, അവിടെ നിന്ന് ഹീറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് D വരെ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ഈ D എന്നുള്ള പോയിന്റിൽ കംപ്ലീറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഇവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ ഈ പ്രോസസ്സ് എന്താണ്? ഇതൊരു സെൻസിബിൾ ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ സെൻസിബിൾ ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല? ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. ഇനി വാട്ടറിൻ്റെ കേസിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. വാട്ടറിൻ്റെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിൻ്റെ സ്പെസിഫിക് വോളിയം ഡിക്രീസ് ചെയ്യും. സ്പെസിഫിക് വോളിയം എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എത്ര വരെ? 4 ഡിഗ്രി സെൽഷ്യസ് വരെ. ഇനി 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലോട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്പെസിഫിക് വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. നമുക്കറിയാം വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി വരുന്നത് എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതായത് വാട്ടറിൻ്റെ ഒരു പ്രത്യേകതയാണ്, വാട്ടറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് അതെന്ത്? 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ എന്ത് ചെയ്യും? അതിൻ്റെ സ്പെസിഫിക് വോളിയം ഡിക്രീസ് ചെയ്യും. അതിനുശേഷം സ്പെസിഫിക് വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഇവിടെ D എന്നുള്ള പോയിന്റിൽ എന്തായി കഴിഞ്ഞു? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയി കഴിഞ്ഞു. കംപ്ലീറ്റ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് D to E, അതായത് ഈ ഒരു കർവ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? D എന്നുള്ള പോയിന്റിൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിലേക്ക് നമ്മളൊരു യൂണിറ്റ് ഹീറ്റ് എഡീഷൻ നടത്തുമ്പോൾ, ഇനി കൂടുതലൊരു ഹീറ്റ് എഡീഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും? വാട്ടർ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കർവിൽ D to C എന്നുള്ള കർവിൽ എവിടെ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റിൽ എന്തായിരിക്കും? വാട്ടർ പ്ലസ് സ്റ്റീം മിക്സ്ചറാണ് ഉണ്ടാവുക. അതായത് അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നു. അപ്പോൾ ഈ D എന്നുള്ള പോയിന്റ് എന്താണ്? അതൊരു സാച്ചുറേഷൻ പോയിന്റ് ആണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഫേസ് ചേഞ്ച് നടക്കുന്നു, വാട്ടർ സ്റ്റീമായിട്ട് മാറുന്നു. അപ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡാണ് D എന്നുള്ള പോയിന്റിൽ ഉണ്ടാവുക. D എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? സാച്ചുറേറ്റഡ് ലിക്വിഡ്. അതായത് ലിക്വിഡ് വേപ്പറായി മാറാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണ് എന്ത്? ഈ D എന്നുള്ള പോയിന്റ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്? D to E എന്നുള്ള പ്രോസസ്സിൽ നടക്കുന്നത് ലാറ്റന്റ് ഹീറ്റിംഗ് ആണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? പ്രോസസ് D to E. അതായത് E എന്നുള്ള പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായിട്ട് മാറും. അപ്പോൾ D മുതൽ E വരെ എന്താണ് നടക്കുന്നത്? വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഏതൊരു പോയിന്റിൽ എന്തായിരിക്കും? വാട്ടർ സ്റ്റീം മിക്സ്ചർ ആയിരിക്കും, അല്ലെങ്കിൽ വെറ്റ് സ്റ്റീം എന്ന് നമ്മൾ പറയും. ഇനി E എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ എന്താകും? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായി മാറും. അതായത് കംപ്ലീറ്റ് സ്റ്റീം ആയിരിക്കും. ഇതിനെ നമ്മൾ ഡ്രൈ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറയും. അതായത് നമ്മൾ ഇവിടെയും എന്താണ്? സാച്ചുറേറ്റഡ് സ്റ്റീം എന്നാണ് നമ്മൾ പറയാം. ഇനി നെക്സ്റ്റ് E മുതൽ F വരെ, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വീണ്ടും E എന്നുള്ള പോയിന്റിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ സ്റ്റീം എന്ത് ചെയ്യും? സ്റ്റീം കൂടുതൽ ഡ്രൈ ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതായത് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമിൽ നമ്മൾ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ അതൊരു ഐഡിയൽ ഗ്യാസിലേക്ക് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതായത് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, വോളിയം ഇൻക്രീസ് ചെയ്യും. അതൊരു സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കർവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം -10 ഡിഗ്രി സെൽഷ്യസ് എന്തായി? ടെമ്പറേച്ചർ ഹീറ്റ് ആഡ് ചെയ്തു. 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടറായി, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായി. 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്തായി? 0 ഡിഗ്രി സെൽഷ്യസിലുള്ള കംപ്ലീറ്റ് വാട്ടറായി. പിന്നെ വീണ്ടും ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി. അവിടുന്ന് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ പ്ലസ് സ്റ്റീമായി
100°C ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമായിട്ട് മാറി, കംപ്ലീറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമായിട്ട് മാറി. വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറും. ഇതാണെന്ത്? ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സ്. നമ്മളൊരു എക്സാമ്പിളിന് വേണ്ടി ഐസ് എടുത്തിട്ട് ഡിസ്കസ് ചെയ്തതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐസ് എന്നുള്ള പ്യുവർ സബ്സ്റ്റൻസ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? എ സ്റ്റേറ്റ് വിച്ച് എ ചേഞ്ച് ഓഫ് ഫേസ് മേ ഒക്വർ വിത്തൗട്ട് എ ചേഞ്ച് ഓഫ് പ്രഷർ ഓർ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ ഫേസ് ചേഞ്ച് നടക്കുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് നമ്മൾ പറയുമ്പോൾ തന്നെ പറഞ്ഞു, ആദ്യം സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് ദാറ്റ് എബൌട്ട് ടു വേപ്പറൈസ്. അതായത് ഈ ഒരു പോയിന്റ്, ഈ ഡി എന്നുള്ള പോയിന്റ്, ലിക്വിഡ് വേപ്പറൈസ് ചെയ്യുന്ന ജസ്റ്റ് ആ ഒരു ഡി എന്നുള്ള പോയിന്റിൽ നമ്മൾ വീണ്ടും ഒരു യൂണിറ്റ് ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ലിക്വിഡ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലിക്വിഡ് അങ്ങനെ വേപ്പറൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി കംപ്രസ്ഡ് ലിക്വിഡ് അല്ലെങ്കിൽ സബ്കൂൾഡ് ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന് താഴെയുള്ള പോയിന്റ്, അതായത് ഈ ലിക്വിഡ് സ്റ്റേറ്റിന് താഴെയുള്ള ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ കംപ്രസ്ഡ് അല്ലെ സബ്കൂൾഡ് എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നില്ല, അവിടെ വേപ്പറൈസ് ചെയ്യുന്നില്ല അല്ലേ. 0°C വാട്ടർ 100°C മാറുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ലിക്വിഡ് വിച്ച് ഈസ് നോട്ട് അബൌട്ട് ടു വേപ്പറൈസ്. അപ്പോൾ ഈ സി മുതൽ ഡി വരെ എത്തുന്നതിൻ്റെ ഇടയിലുള്ള ഈ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസ്ഡ് ലിക്വിഡ് അല്ലെങ്കിൽ സബ്കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. ആ ഡിയിൽ എത്തിക്കഴിയുമ്പോൾ എന്തായി? 100°C ആയി. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും? ലിക്വിഡ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലിക്വിഡ് വിച്ച് ഈസ് നോട്ട് അബൌട്ട് ടു വേപ്പറൈസിനെയാണ് നമ്മൾ സബ്കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റ്. എ സോളിഡ് ക്യാൻ ചേഞ്ച് ഇൻ ടു ലിക്വിഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഈ ഒരു പോയിന്റ്, ഇതിൽ ബി എന്നുള്ള പോയിന്റ്, ഈ ബി എന്നുള്ള പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? 0° ഐസ് 0°C വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. പിന്നെ ഒരു ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0°C വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ, ബി എന്നുള്ള സ്റ്റേജിനെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് സോളിഡ് ആയിട്ടുള്ള ഐസിൽ പിന്നെ ഒരു യൂണിറ്റ് ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഫേസ് ചേഞ്ച് നടക്കുന്ന ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റ്. ഇനി അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ്. സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്നത് എ വേപ്പർ ദാറ്റ് ഈസ് എബൌട്ട് ടു കണ്ടൻസേറ്റ്. അതായത് ഈ ഒരു പോയിന്റ്, ഈ എന്നുള്ള പോയിന്റ്, അതായത് വേപ്പർ എബൌട്ട് ടു കണ്ടൻസേറ്റ്. ഇത് ഈ എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മളൊരു യൂണിറ്റ് ഹീറ്റ് റിമൂവ് ചെയ്താൽ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ ഈ വേപ്പർ എന്ത് ചെയ്യും? വേപ്പർ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ഹീറ്റഡ് വേപ്പർ ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് ടു കണ്ടൻസേറ്റ്. ഈ ഒരു റേഞ്ച് E to F എന്നുള്ള ഈ ഒരു റേഞ്ചിലുള്ള വേപ്പർ, ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നില്ല? കണ്ടൻസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലിക്വിഡായിട്ട് മാറുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയുന്നത്. ഇനി സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് പ്യുവർ സബ്സ്റ്റൻസ് ചേഞ്ച് ഫേസസ്. പ്യുവർ സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ച് നടക്കുന്ന ടെമ്പറേച്ചറിനൊക്കെ നമുക്ക് എന്ത് പറയാം? സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. അതുപോലെ തന്നെ സാച്ചുറേഷൻ പ്രഷർ. അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ദ പ്രഷർ അറ്റ് വിച്ച് പ്യുവർ സബ്സ്റ്റൻസ് ചേഞ്ചസ് പ്രഷർ. ഏത് പ്രഷറിലാണോ പ്യുവർ സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ച് നടക്കുന്നത്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഫേസ് ചേഞ്ച് നടക്കുന്ന പ്രഷറിനെ നമുക്ക് എന്ത് പറയാം? സാച്ചുറേറ്റഡ് പ്രഷർ എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ലാറ്റന്റ് ഹീറ്റ്. എന്താണ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്? എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് ഡ്യൂറിങ് എ ഫേസ് ചേഞ്ച് പ്രോസസ്. ഫേസ് ചേഞ്ച് പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹീറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് പോയിന്റ് എന്താണ്? ഇതാണ് ഒരു ലാറ്റന്റ് ഹീറ്റ് ഈ പ്രോസസ്സിൽ. പിന്നെ ഇതും എന്താണ്? ലാറ്റന്റ് ഹീറ്റാണ്. കാരണം എന്താണ്? അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫേസ് ചേഞ്ച് പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹീറ്റിങ്ങിന് നമ്മൾ എന്ത് പറയും? ലാറ്റന്റ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും. ഇനി ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്? എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഡ്യൂറിങ് മെൽറ്റിംഗ്. ഈ ഒരു പോയിന്റ്, ഐസ് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ്ഡ് ഡ്യൂറിങ് മെൽറ്റിംഗ്.
ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് അതിനെ വാട്ടർ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എന്ത് ഹീറ്റ് ഓഫ് ഫ്യൂഷന് ഈക്വൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് ഐസ് വാട്ടർ മെൽറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ വാട്ടർ ഐസ് ആയിട്ട് ഫ്രീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഇനി നെക്സ്റ്റ് വേപ്പറൈസേഷൻ, എമൗണ്ട് ഓഫ് എനർജി ഡ്യൂറിങ് വേപ്പറൈസേഷൻ, അതായത് ഫ്യൂഷൻ. ഇനി നെക്സ്റ്റ് വേപ്പറൈസേഷൻ, എമൗണ്ട് ഓഫ് എനർജി ഡ്യൂറിങ് വേപ്പറൈസേഷൻ, അതായത് ഈ കാണുന്ന ഹീറ്റിങ്ങിനെയാണ് നമ്മൾ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സെൻസിബിൾ ഹീറ്റ്. സെൻസിബിൾ ഹീറ്റ് നമ്മൾ പറഞ്ഞു. എന്താ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത്? എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ഓഫ് സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഫേസ് ഓഫ് സബ്സ്റ്റൻസ്. അതായത് ഫേസ് ചേഞ്ച് ഇല്ലാതെ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്ന ഹീറ്റ് അഡീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആവുന്ന ഹീറ്റിങ്ങിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഹീറ്റിംഗ് പ്രോസസ്സ്. അവിടെ എന്താണ് അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നില്ല, പക്ഷെ എന്ത് സംഭവിക്കുന്നുണ്ട് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫേസ് ചേഞ്ചുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഹീറ്റ് അഡീഷനെ നമുക്ക് എന്ത് പറയാം സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയാം. അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് മാത്രമേ നടക്കുന്നുള്ളൂ, ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. അപ്പോൾ ഇത്രയാണ് എന്ത് ഒരു പ്യൂർ സബ്സ്റ്റൻസിന്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ ഫേസ് ചേഞ്ച് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പിന്നെ ലാറ്റൻറ്റ് ഹീറ്റ്, സെൻസിബിൾ ഹീറ്റ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഫേസ് ചേഞ്ച് സ്റ്റേജസ് ഏതൊക്കെയാണ്, സാച്ചുറേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. -10 ഡിഗ്രി സെൽഷ്യസിലുള്ള സോളിഡ് ഐസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസായിട്ട് മാറുന്നു. ഇവിടെ എന്താണ് സെൻസിബിൾ ഹീറ്റിംഗ്. ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ഹീറ്റ് ചെയ്യുമ്പോൾ അത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. ഇനി ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു സ്റ്റേജ്. ഇവിടെ എന്താണ് സെൻസിബിൾ ഹീറ്റിംഗ് ആണ് നടക്കുന്നത്. ഇനി 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സാണ് എന്ത് വേപ്പറൈസേഷൻ. ഇവിടെ നടക്കുന്നത് എന്താണ് ലാറ്റൻറ്റ് ഹീറ്റിംഗ് ആണ്. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടുന്ന് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമിലേക്ക് നമ്മൾ വീണ്ടും ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമിലേക്ക് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ അത് സൂപ്പർ ഹീറ്റ് ആകുന്നു. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് സൂപ്പർ ഹീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ഫേസ് ചേഞ്ച് പ്രോസസ്സിലുള്ള സ്റ്റേജസ്. ഇനി പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസിൽ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഡയഗ്രാംസ് ആണ്. PV ഡയഗ്രാം, TV ഡയഗ്രാം, PT ഡയഗ്രാം, PVT സർഫസ് ഡയഗ്രാം. ഇത്രയും പ്രോപ്പർട്ടി ഡയഗ്രാംസും അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PV ഡയഗ്രാമാണ്. PV ഡയഗ്രാം ഫോർ പ്യുവർ സബ്സ്റ്റൻസ്. PV ഡയഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വാട്ടറിൻ്റെ PV ഡയഗ്രവും മറ്റുള്ള പ്യുവർ സബ്സ്റ്റൻസിൻ്റെ PV ഡയഗ്രാം തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളത് രണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ വാട്ടറിൻ്റെ കേസിൽ അല്ലാത്ത മറ്റുള്ള സബ്സ്റ്റൻസിൻ്റെ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ PV ഡയഗ്രാം. അപ്പോൾ PV ഡയഗ്രത്തിൽ ഈ Y ആക്സിസിൽ കാണിക്കുന്നത് പ്രഷറും X ആക്സിസിൽ കാണിക്കുന്നത് സ്പെസിഫിക് വോളിയവുമാണ്. അപ്പോൾ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ് അത് ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം ടെമ്പറേച്ചർ വരും, പിന്നെ അതിൻ്റെ സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റിൽ എത്തുമ്പോഴത്തേക്കും അതിനുശേഷം ഹീറ്റ് ചെയ്യുമ്പോൾ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ എത്തിയതിനു ശേഷം വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഹീറ്റ് ചെയ്ത് സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ് എത്തിയതിനു ശേഷം അത് സൂപ്പർ ഹീറ്റഡ് വേപ്പറായിട്ട് മാറും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ PV ഡയഗ്രത്തിൽ 1 എന്നുള്ള പോയിന്റ് എന്താണ് അവിടെ -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു അല്ലെങ്കിൽ എന്താണ് ഒരു സോളിഡാണ് അല്ലേ, സോളിഡ് സ്റ്റേറ്റിലാണ് സബ്സ്റ്റൻസിൽ. ഈ സോളിഡ് സ്റ്റേറ്റിൽ 1 എന്നുള്ള പോയിന്റിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ
നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ 1 എന്നുള്ള ലൈനിൽ നിന്ന് 1 എന്നുള്ള പോയിന്റിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, 2 എന്നുള്ള സ്റ്റേറ്റ് എന്താണ്, 2 എന്നുള്ള സ്റ്റേറ്റിൽ ആ സോളിഡിൻ്റെ ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ആ സോളിഡിൻ്റെ സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റിൽ, അതായത് അതിനപ്പുറം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സോളിഡ് അല്ലെങ്കിൽ ആ ഒരു പ്യൂർ സബ്സ്റ്റൻസിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു 2 എന്നുള്ള പോയിന്റ് എന്താണ്, സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റ് ആണ്. 1ൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഹീറ്റ് ആഡ് ചെയ്ത് 2 എന്നുള്ള പോയിന്റിലേക്ക് എത്തി, സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റിലേക്ക് എത്തി. അതൊരു പർട്ടിക്കുലർ പ്രഷറിൽ, ഇതൊരു P1 എന്നുള്ള പ്രഷറാണെന്ന് വിചാരിക്കുക. ഈ സെക്കൻഡ് സ്റ്റേജ് P2 എന്നുള്ള പ്രഷർ, ഇത് തേർഡ് P3 എന്നുള്ള പ്രഷർ, ഇത് P4 എന്നുള്ള പ്രഷർ. അങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ പ്രഷറിലുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ 2 എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഈ 2 എന്നുള്ള പോയിന്റിൽ എന്താണ്, ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്, സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റിലാണ്. 2 എന്നുള്ള പോയിന്റിൽ വീണ്ടും ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, പ്യൂർ സബ്സ്റ്റൻസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് സോളിഡ് പ്ലസ് ലിക്വിഡ് എന്നുള്ള സ്റ്റേറ്റ് ആയിരിക്കും ഈ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഉണ്ടാവും. ഇതിന് 3 എന്നുള്ള സ്റ്റേറ്റിലെത്തുമ്പോൾ എന്താവും, കംപ്ലീറ്റ് ലിക്വിഡായി മാറും. ഇത് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്ത് ലിക്വിഡായിട്ട് മാറും. അതായത് ഇതെന്താണ്, സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത്, സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ്. ഇനി ഈ സാച്ചുറേറ്റഡ് ലിക്വിഡിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരും. 2 to 3 എന്താണ്, 3 എത്തുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡായി, 2 എന്താണ്, സാച്ചുറേറ്റഡ് സോളിഡ് ആണ്. ഈ 3 എന്നുള്ള പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഈ 4 എന്നുള്ള പോയിന്റിലെത്തും. 4 എന്നുള്ള പോയിന്റിൽ എന്താണ്, ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഈ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അത് അതിൻ്റെ സാച്ചുറേഷൻ സ്റ്റേറ്റിലേക്ക് എത്തി. സാച്ചുറേഷൻ സ്റ്റേറ്റിലെത്തുമെന്ന് വെച്ചാൽ ഇനി അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഇനി ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കുമ്പോൾ അത് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതും എന്താണ്, 4 എന്നുള്ള പോയിന്റ് എന്താണ്, സാച്ചുറേഷൻ പോയിന്റ് ആണ്. സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലാണ് ഈ 4 എന്നുള്ള പോയിന്റ്. ഇനി അതിന് 4 എന്നുള്ള പോയിന്റിന് ശേഷം നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. അപ്പം 4 മുതൽ 5 വരെയുള്ള പോയിന്റിൽ ഇടയിൽ എന്താണ്, ലിക്വിഡ് പ്ലസ് വേപ്പർ ആണ് ഉണ്ടാവുക, ലിക്വിഡ് പ്ലസ് വേപ്പർ. ഇനി 5 എന്നുള്ള പോയിന്റ് എത്തുമ്പോൾ എന്തായി, ഇത് കംപ്ലീറ്റ് ആയിട്ട് വേപ്പറായിട്ട് മാറി. ലിക്വിഡ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, വേപ്പറായിട്ട് മാറി. അതായത് 5 എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. അതിന് മുകളിലോട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രഷറിലുള്ള പോയിന്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഓരോരോ പ്രഷറിലുള്ള പോയിന്റ്സ്. ഇനി ഈ ഓരോരോ പ്രഷറിലുള്ള സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റ് നമ്മൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും, സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റിന്. ഇനി അതുപോലെ തന്നെ ഓരോരോ പ്രഷറിലുള്ള സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും. അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് അടുത്ത ലിക്വിഡ് സ്റ്റേറ്റ് 4 എന്നുള്ള പോയിന്റിൽ ഓരോ പ്രഷർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു കർവ് കിട്ടും. അതുപോലെ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റുകൾ ജോയിൻ ചെയ്ത് വരക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കർവ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, PV ഡയഗ്രം കിട്ടുന്നത്, നമുക്ക് PV ഡയഗ്രം കിട്ടുന്നത്. അപ്പോൾ PV ഡയഗ്രത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റ്, സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റുകൾ, പിന്നെ എന്താണ്, സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ്. ഇനി ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഡയഗ്രത്തിൽ ഒരു പോയിന്റിൽ ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പോയിന്റിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻസിൻ്റെ, സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസും സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ പ്രോപ്പർട്ടീസും എന്താണ്, ഐഡൻറ്റിക്കൽ ആണ്. അല്ലെങ്കിൽ അതൊരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമുക്ക് എന്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല, സാച്ചുറേറ്റഡ് ലിക്വിഡിനെയും സാച്ചുറേറ്റഡ് വേപ്പറിനെയും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ സ്റ്റേറ്റിന് അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, PV ഡയഗ്രത്തിൻ്റെ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 എന്നുള്ള പോയിന്റിനും 5 എന്നുള്ള പോയിന്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, അതായത് എന്താണ്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നത്. അതായത് ഈ ഗ്യാപ്പ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഗ്യാപ്പ് ലിക്വിഡ് പ്ലസ് വേപ്പർ, അതായത് ഫേസ് ചേഞ്ച് നടക്കുന്നതാണ്, ലിക്വിഡ് നിന്ന് വേപ്പറിലേക്ക് ഫേസ് ചേഞ്ച് നടക്കുന്ന പ്രോസസ്സിനെയാണ് ഈ ഗ്യാപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ലാറ്റൻറ്റ് ഹീറ്റിനെയാണ്, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെയാണ് എന്ത് ചെയ്യുന്നത്, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അത് ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എന്താണ്, ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ക്രിട്ടിക്കൽ പോയിന്റിൽ എന്താണ്, 0 ആണ്.
ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ക്രിട്ടിക്കൽ പോയിന്റിൽ 0 ആണ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ലാറ്റന്റ് ഹീറ്റിന്റെ എമൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ലാറ്റന്റ് ഹീറ്റിന്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ പി വി ഡയഗ്രത്തിൽ നിന്ന് ഓർത്ത് വെക്കുക. ഇനി വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റ് ആണ്. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ഫേസിലും പ്യുവർ സബ്സ്റ്റൻസ് 3 ഫേസിലും എക്സിസ്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഒരു പർട്ടിക്കുലർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ പ്യുവർ സബ്സ്റ്റൻസ് 3 ഫേസിലും കോ എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി വി ഡയഗ്രത്തിലും ടി വി ഡയഗ്രത്തിലും ട്രിപ്പിൾ പോയിന്റ് എപ്പോഴും ഒരു ലൈനായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. പ്രഷറും ടെമ്പറേച്ചറും സെയിം ആയിരിക്കും, സ്പെസിഫിക് വോളിയം എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പോൾ ഒരു ലൈനായിട്ടായിരിക്കും പി വി ഡയഗ്രത്തിലും ടി വി ഡയഗ്രത്തിലും എന്ത് ചെയ്യുക, ട്രിപ്പിൾ പോയിന്റ് ഉണ്ടാവുക. പി ടി ഡയഗ്രത്തിലെ ട്രിപ്പിൾ പോയിന്റ് ഒരു പോയിന്റ് ആയിരിക്കും. ട്രിപ്പിൾ പോയിന്റ് പി ടി ഡയഗ്രത്തിൽ ഒരു പോയിന്റ് ആയിരിക്കും, പി വി ഡയഗ്രത്തിലും ടി വി ഡയഗ്രത്തിലും ഒരു ലൈൻ ആയിരിക്കും. അത് നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ വാട്ടറിൻ്റെ കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു എന്താണ്, വാട്ടറിൻ്റെ കേസിൽ ഈ കർവിൽ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പോലെ ഒരു -10 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് അസ്യൂം ചെയ്യുക. ഇതിൽ 1 എന്നുള്ള പ്രോസസ് എന്താണ്, -10 ഡിഗ്രിയിലാണ് ഐസ്. നമ്മളതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഐസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഈ 2 എന്നുള്ള പോയിന്റ് എന്താണ്, അവിടെ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആയിട്ട് മാറുന്നു. ഇനി അവിടെ ഫർദർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 0 ഡിഗ്രി 2 എന്നുള്ള പോയിന്റിൽ 0 ഡിഗ്രി സെൽഷ്യസിന് ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, വാട്ടറിന്റെ സ്പെസിഫിക് വോളിയം എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ആണ് ചെയ്യുന്നത്. വാട്ടറിന്റെ സ്പെസിഫിക് വോളിയം ഡിക്രീസ് ചെയ്ത് ഈ 3 എന്നുള്ള പോയിന്റിലെത്തുന്നു. ഈ 3 എന്നുള്ള പോയിന്റിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ മെൽറ്റിങ് കംപ്ലീറ്റ് ആയിട്ട് മാറി അത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായി മാറും. ഇനി നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് വാട്ടറിനെ 100 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ 3 എന്നുള്ള പോയിന്റ് എന്ത് ചെയ്യുന്നു, വാട്ടറിന്റെ സ്പെസിഫിക് വോളിയം ഇൻക്രീസ് ചെയ്ത് ഈ 4 എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു. വാട്ടറിന്റെ സ്പെസിഫിക് വോളിയം എന്ത് ചെയ്യുന്നു, 4 എന്നുള്ള പോയിന്റിലേക്ക് എത്തുന്നു. അവിടെ എന്താണ്, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറാണ്. ഇനി ഫർദർ നമ്മൾ 4 നിന്ന് 5ലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ വാട്ടർ പ്ലസ് സ്റ്റീമിലേക്ക് വന്നു, അതായത് വാട്ടർ വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങുന്നു. വാട്ടർ പ്ലസ് സ്റ്റീമിലേക്ക് മാറി 5 എന്നുള്ള പോയിന്റിൽ എന്ത് ചെയ്യുന്നു, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള കംപ്ലീറ്റ് സ്റ്റീമായിട്ട് മാറുന്നു. ഇനി 100 ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യുന്നു, അത് വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ സ്റ്റേജിലേക്ക് മാറും. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2 എന്താണ്, സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റ് ആണ്. 3ഉം 4ഉം സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. പിന്നെ 5 എന്താണ്, സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ് ആണ്. അപ്പോൾ 2, 3, 4 ആൻഡ് 5 ഇതെന്താണ്, സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആണ് വാട്ടറിൻ്റെ കേസിൽ. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ നമ്മുടെ കർവ് എങ്ങനെയാണ് വരിക, പി വി ഡയഗ്രത്തിൻ്റെ കർവ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, പി വി ഡയഗ്രം ഉണ്ടാവുക. വാട്ടറിൻ്റെ കേസിൽ പി വി ഡയഗ്രത്തിൻ്റെ ഡിഫറൻസ് ഇതാണ്. വാട്ടറിൻ്റെ കേസിൽ പി വി ഡയഗ്രത്തിൻ്റെ കർവ് വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സബ്സ്റ്റൻസിൽ നിന്ന് വാട്ടറിൻ്റെ കേസിൽ മാത്രം എന്തായിരിക്കും, പി വി ഡയഗ്രം ഡിഫറൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റും സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റും ഐഡന്റിക്കൽ ആയിട്ടുള്ള പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പോയിന്റിൽ ഉള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പി വി ഡയഗ്രമാണ്. ഇതിൽ നമ്മൾ സാച്ചുറേറ്റഡ് സോളിഡ് ലൈന് കാണിച്ചിട്ടില്ല. ബാക്കിയുള്ള സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും കാണിച്ചിട്ടില്ല പി വി ഡയഗ്രമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ വ്യൂ പോയിന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്യേണ്ടതും ക്വസ്റ്റ്യൻസ് വരുന്നതും ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്, ഇതിൻ്റെ ഇടയിൽ ലിക്വിഡ് പ്ലസ് വേപ്പർ ആണ്, ഇവിടെ എന്താണ്, വേപ്പറാണ്. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും, ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് എന്ത്, ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും മീറ്റ് ചെയ്യുന്ന പോയിന്റാണ്. അവിടെ എന്തായിരിക്കും, ക്രിട്ടിക്കൽ പോയിന്റിൽ സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെയും സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെയും പ്രോപ്പർട്ടീസ് ഐഡന്റിക്കൽ ആയിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം ഓർത്ത് നോക്കുക, ഇതിനിടയിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്തായിരിക്കും, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഡിക്രീസ് ചെയ്യും. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എന്തായിരിക്കും, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ഈക്വൽ ടു 0. ഇനി
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടി വി ഡയഗ്രമാണ്, ടെമ്പറേച്ചർ വോളിയം ഡയഗ്രാം. ഇതിൽ ടെമ്പറേച്ചർ വൈ ആക്സിസിൽ, വോളിയം എക്സ് ആക്സിസിൽ, ഡിഫറെൻറ്റ് പ്രഷറിലുള്ള ടെമ്പറേച്ചർ വോളിയം ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റും സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റും അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് പ്രഷറിലുള്ള ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അത് സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തും. സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ എത്തിയതിനു ശേഷം എന്താണ്, പിന്നെ ലിക്വിഡ് വേപ്പറൈസ് ചെയ്യാൻ തുടങ്ങും. ലിക്വിഡ് വേപ്പറൈസ് ചെയ്ത് ഇവിടെ ലിക്വിഡ് പ്ലസ് വേപ്പർ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റിലേക്ക് വരും. അതിനുശേഷം എന്ത് ചെയ്യും, സൂപ്പർ സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ ഡിഫറെൻറ്റ് പ്രഷറിലുള്ള സാച്ചുറേറ്റഡ് ലിക്വിഡും സാച്ചുറേറ്റഡ് വേപ്പർ പോയിന്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ എന്തായിരിക്കും, രണ്ടും ഐഡന്റിക്കൽ ആയിരിക്കും. അപ്പോൾ ഇതിനെ ചേർത്ത് വരച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു കർവായിരിക്കും. സാച്ചുറേറ്റഡ് ടി വി ഡയഗ്രത്തിൻ്റെ ഒരു കർവ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കർവായിരിക്കും. ഇനി നെക്സ്റ്റ് പി ടി ഡയഗ്രാം, പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം. അതായത് വൈ ആക്സിസിൽ പ്രഷറും എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ. ഇതിന് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, ഫേസ് ഡയഗ്രാം എന്ന് കൂടി പറയും. ഫേസ് ഡയഗ്രാം, പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിൻ്റെ മറ്റൊരു പേരാണ് ഫേസ് ഡയഗ്രാം. അത് ഓർത്ത് വെച്ചോണം. ഫേസ് ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടി ഡയഗ്രാം ഏതാണ്, പ്യൂർ സബ്സ്റ്റൻസിൻ്റെ കേസിൽ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രത്തിൽ നമുക്ക് 3 ഫേസിനെയും, സോളിഡ്, ലിക്വിഡ് ആൻഡ് വേപ്പർ, ഈ 3 ഫേസിനെയും 3 ലൈൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. 3 ലൈൻസ് ഇവിടെ കാണുന്നില്ലേ, 3 ലൈൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഈ 3 ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, ട്രിപ്പിൾ പോയിന്റിൽ ഈ 3 ലൈനും മീറ്റ് ചെയ്യും. അതായത് ഈ കാണിച്ചിരിക്കുന്ന കർവ്, ഇതിൽ ഈ കർവ് എന്ന് പറയുന്നത് എന്താണ്, സബ്ലിമേഷനാണ്. അതായത് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, സോളിഡ്, ഇവിടെ വേപ്പർ. അപ്പോൾ ഇവിടുന്ന് വരുന്ന എന്താണ്, സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വേപ്പറായിട്ട് ഈ ലൈനിൻ്റെ ഇടയിൽ എവിടെ സോളിഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഡയറക്റ്റ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യും. തിരിച്ച് വേപ്പർ എന്ത് ചെയ്യും, ഡയറക്റ്റ് സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യും, ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ഈ ഒരു ലൈൻ, ഇത് മെൽറ്റിംഗ് പോയിന്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മെൽറ്റിംഗ് പോയിന്റ് ലൈനിൻ്റെ ഈ ഭാഗത്ത് എന്താണ്, സോളിഡാണ്, ഇവിടെ ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു റീജിയനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സോളിഡ് ലിക്വിഡിലേക്ക് മാറുന്നു, മെൽറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീറ്റ് അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ലിക്വിഡ് സോളിഡിലേക്ക് ഫ്രീസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വേപ്പറൈസേഷൻ ലൈനിൽ ഈ സൈഡിൽ എന്താണ്, വേപ്പറാണ്, ഇവിടെ ലിക്വിഡാണ്. അപ്പോൾ ഈ ഒരു റീജിയനിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് വേപ്പറായിട്ട് മാറുന്നു, ഹീറ്റ് അബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ വേപ്പർ ലിക്വിഡായിട്ട് മാറും. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ലിക്വിഡിനെ വേപ്പറായിട്ടും വേപ്പറിനെ ലിക്വിഡായിട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് എന്ത്, ക്രിട്ടിക്കൽ പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിട്ടിക്കൽ പോയിന്റിൽ ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും ലിക്വിഡ് ലൈനിൻ്റെയും വേപ്പർ ലൈനിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ഐഡന്റിക്കൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഡയഗ്രമാണ് എന്ത്, പി ടി ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ മാത്രം ട്രിപ്പിൾ പോയിന്റ് നമുക്കൊരു പോയിന്റ് ആയിട്ട് കാണിക്കാൻ പറ്റും. അതായത് ട്രിപ്പിൾ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രഷർ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ ഉണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ആയിട്ട് നമുക്ക് ട്രിപ്പിൾ പോയിന്റ് കാണിക്കാൻ പറ്റുന്ന ഡയഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്, പി ടി ഡയഗ്രമാണ്. ടി വി ഡയഗ്രത്തിലും നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ലൈനാണ്. പി ടി ഡയഗ്രത്തിൽ ഒരു പോയിന്റ് ആണ്, എന്ത്, ട്രിപ്പിൾ പോയിന്റ് എന്ന്. ഇനി ഈ പി ടി ഡയഗ്രത്തിൻ്റെ കേസിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ഓർത്ത് വെക്കണം. അതായത് ഈ പി ടി ഡയഗ്രത്തിൻ്റെ കേസിൽ ഈ ഒരു കർവ് കണ്ടോ, അതായത് നമ്മൾ ഈ മെൽറ്റിംഗ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ്, അതായത് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിക്വിഡ് ഐസിലേക്ക് മാറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വോളിയം എക്സ്പാൻഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാട്ടർ മുന്നേ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ എന്താണ്, നമ്മൾ വാട്ടറിൻ്റെ കേസിൽ ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ വോളിയം എന്താണ്, ഡിക്രീസ് ചെയ്യണം. അതായത് നേരെ തിരിച്ച് ലിക്വിഡ് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയുള്ള, അതായത് ഫ്രീസിങ്ങിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കേസാണെങ്കിൽ പി ടി ഡയഗ്രാം ഇതുപോലെയാണ് വരിക. അതായത് ഇങ്ങനെയായിരിക്കും പി ടി ഡയഗ്രാം ഉണ്ടാവുക, സബ്ലിമേഷൻ, മെൽറ്റിംഗ്, പിന്നെ വേപ്പറൈസേഷൻ. അതേസമയം ഫ്രീസിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുന്നത്,
അതായത് വാട്ടറിൻ്റെ കർവൊക്കെ വരുവാണെങ്കിൽ ഏതായിരിക്കും, ഈ കാണിച്ചതായിരിക്കും. ഇനി ഫ്രീസിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുന്ന കേസാണെങ്കിൽ സബ്ലിമേഷൻ, മെൽറ്റിംഗ്, വേപ്പറൈസേഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്, പി ടി ഡയഗ്രം ഇങ്ങനെയാണ് വരിക. അതർ സബ്സ്റ്റൻസിൻ്റെ കേസിൽ, മോസ്റ്റ് ഓഫ് ദ കേസിലും പി ടി ഡയഗ്രം എന്തായിരിക്കും, ഇതുപോലെയാണ് കാണുക. അതായത് ഫ്രീസിങ്ങിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കേസിൽ മെൽറ്റിങ്ങിൻ്റെ കർവ് എന്തായിരിക്കും, ഇതുപോലെയായിരിക്കും. ഫ്രീസിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ കേസിൽ മെൽറ്റിങ്ങിൻ്റെ കർവ് ഇതുപോലെയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോളണം. ഇനി നെക്സ്റ്റ് ട്രിപ്പിൾ പോയിന്റ്. ട്രിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് പ്യുവർ സബ്സ്റ്റൻസിന്റെ 3 ഫേസും കോഎക്സ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. പി വി ഡയഗ്രത്തിലും ടി വി ഡയഗ്രത്തിലും ട്രിപ്പിൾ പോയിന്റ് എന്തായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, ഒരു ട്രിപ്പിൾ പോയിന്റ് ലൈനായിട്ട്, ട്രിപ്പിൾ പോയിന്റ് ഒരു ട്രിപ്പിൾ ലൈനായിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അതേസമയം പി ടി ഡയഗ്രത്തിൽ ട്രിപ്പിൾ പോയിന്റ് നമുക്ക് ഒരു പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രിപ്പിൾ ലൈനിൽ എന്തായിരിക്കും, പ്രഷറും ടെമ്പറേച്ചറും സെയിം ആയിരിക്കും, പക്ഷേ സ്പെസിഫിക് വോളിയം എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പി വി ഡയഗ്രത്തിലും ടി വി ഡയഗ്രത്തിലും അതൊരു ട്രിപ്പിൾ ലൈനായിട്ട് കാണിക്കുന്നത്. പി ടി ഡയഗ്രത്തിൽ എന്താണ്, ടെമ്പറേച്ചറും പ്രഷറുമാണ് എക്സ് ആക്സിലും വൈ ആക്സിലും. അതുകൊണ്ട് തന്നെ ട്രിപ്പിൾ പോയിന്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ടത് വാട്ടറിൻ്റെ കേസിൽ ട്രിപ്പിൾ പോയിന്റിലെ ടെമ്പറേച്ചറും പ്രഷറും. വാട്ടറിൻ്റെ കേസിൽ ട്രിപ്പിൾ പോയിന്റിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഓർത്ത് വെക്കണം 0.01 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 273.16 കെൽവിൻ. ഇതായിരിക്കും കൂടുതലും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. 273.16 കെൽവിൻ ആണ് വാട്ടറിൻ്റെ കേസിൽ ട്രിപ്പിൾ പോയിന്റിൻ്റെ ടെമ്പറേച്ചർ. അതുപോലെ വാട്ടറിൻ്റെ കേസിൽ ട്രിപ്പിൾ പോയിന്റിലെ പ്രഷർ എത്രയായിരിക്കും, 0.6113 കിലോ പാസ്കൽ. 0.6113 കിലോ പാസ്കൽ ആയിരിക്കും വാട്ടറിൻ്റെ കേസിൽ ട്രിപ്പിൾ പോയിന്റിൻ്റെ പ്രഷർ. അപ്പോൾ ഈ 2 വാല്യൂസ് ഇത് മാറി മാറി ചോദിക്കാറുള്ള വാല്യൂസാണ്. അപ്പോൾ ഈ 2 വാല്യൂസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. പ്രത്യേകിച്ചിട്ടും ഈ കെൽവിനിൽ 273.16 കെൽവിൻ എന്നുള്ളത് എപ്പോഴും നമുക്ക് ഡൗട്ട് ഉണ്ടാവും. 273.15 അങ്ങനെ ക്വസ്റ്റ്യൻ 273 അങ്ങനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ 273.16 കെൽവിൻ ആണെന്ത്, ട്രിപ്പിൾ പോയിന്റിലെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. ഇനി നെക്സ്റ്റ് പി വി ടി സർഫസ് ഡയഗ്രം. അതായത് നമ്മൾ ഈ പറഞ്ഞ 3 ഡയഗ്രാം, പി വി ഡയഗ്രാം, ടി വി ഡയഗ്രാം, പി ടി ഡയഗ്രാം, ഈ 3 ഡയഗ്രവും ഒരു 3 ഡയമെൻഷനിലായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് എന്ത്, പി വി ടി സർഫസ് ഡയഗ്രാം. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ 3 ഡയഗ്രവും എന്താണ്, ഒരു 3 ഡയമെൻഷനൽ ഫിഗർ ആയിട്ട് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 3 ഡയമെൻഷൻ ഡയഗ്രമാണ് എന്ത്, പി വി ടി സർഫസ് ഡയഗ്രാം. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ കേസ്, അതായത് ഫ്രീസിങ്ങിൽ എക്സ്പാൻഡ് ചെയ്യുന്ന കേസിൽ എന്തായിരിക്കും, പി വി ടി സർഫസ് ഡയഗ്രാം ഇതുപോലെ ആയിരിക്കും. നമ്മൾ പറഞ്ഞു വാട്ടറിൽ എന്താണ്, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് വോളിയം ഒന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുക, വാട്ടറിൻ്റെ കേസിൽ നമ്മുടെ പി വി ടി സർഫസ് ഡയഗ്രാം. ഇനി ഇതെന്താണ്, അതർ ദാൻ വാട്ടർ, ബാക്കിയുള്ള സബ്സ്റ്റൻസിൻ്റെ കേസിൽ എന്താണ്, നമ്മുടെ ഫ്രീസിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീസിങ്ങിൽ കോൺട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെൽറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു, വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വാട്ടർ വെച്ച് ബാക്കിയുള്ള കേസിൽ എന്തായിരിക്കും, ഇതുപോലെയായിരിക്കും പി വി ടി സർഫസ് ഡയഗ്രാം. അപ്പം പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ സർഫസ് ഡയഗ്രമാണിത്. അതെന്താണ് 3 ഡയമെൻഷനിലായിട്ട് കാണിച്ചിരിക്കുന്നത്. ആ 3 പ്രോപ്പർട്ടി ഡയഗ്രാംസും 3 ഡയമെൻഷനിലായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. ഇനി പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസിൽ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ. എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ? അപ്പോൾ നമുക്കറിയാം ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ വേപ്പറൈസേഷൻ പ്രോസസ്സിൽ, അതായത് ലിക്വിഡ് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ലിക്വിഡ് അവിടെ ഉണ്ടാകുന്ന മിക്സ്ചറിൻ്റെ ഒരു പാർട്ട് എന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും, ഒരു പാർട്ട് വേപ്പർ ആയിരിക്കും. അതായത് നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, ഈ ഒരു പി ടി ഡയഗ്രാം അല്ലെങ്കിൽ പി വി ഡയഗ്രാം അല്ലെങ്കിൽ ടി വി ഡയഗ്രാം കൺസിഡർ ചെയ്യുക. ഇവിടെ എന്താണ് നമുക്കറിയാം, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനും ഉണ്ട്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും മീറ്റിംഗ് പോയിന്റ് ആണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇതിനിടയിൽ ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും, 100% ലിക്വിഡ് ആയിരിക്കും, സാച്ചുറേറ്റഡ് വേപ്പറിൽ 100% വേപ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം, ഇവിടെ എന്ത് ചെയ്യാം, വേപ്പറിൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. പക്ഷേ ഇതിനിടയിൽ ഒരു പോയിന്റിലുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് എന്തായിരിക്കും, ലിക്വിഡ് പ്ലസ് വേപ്പറിൻ്റെ മിക്സ്ചർ ആയിരിക്കും. ഈ മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടീസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന
അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഡ്രൈനെസ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈനെസ് ഫ്രാക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ്. അതായത് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ മാസ്, ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിലുള്ള സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, അതായത് ഈ പോയിന്റിലുള്ള സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ മാസ് പ്ലസ് സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ മാസ്, അതായത് സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ മാസ് പ്ലസ് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ മാസ്. അതായത് ഡ്രൈനെസ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് ടോട്ടൽ മാസ് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ മാസ് പ്ലസ് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ മാസ്. ടോട്ടൽ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ വേപ്പറിൻ്റെ മാസ് പ്ലസ് ലിക്വിഡിൻ്റെ മാസ് എന്ന് പറയുന്നതായിരിക്കും ഈ പോയിന്റിലെ ആ ഒരു മിക്സ്ചറിൻ്റെ ടോട്ടൽ മാസ്. അപ്പോൾ അവിടുത്തെ ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ പ്ലസ് സാച്ചുറേറ്റഡ് ലിക്വിഡ് അല്ലെങ്കിൽ ടോട്ടൽ മാസ്. ഇതിനാണ് നമ്മൾ ഡ്രൈനെസ് ഫ്രാക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടീസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈനെസ് ഫ്രാക്ഷൻ എവിടെ മാത്രമാണ് അപ്ലിക്കബിൾ, മിക്സ്ചറിൻ്റെ കേസിൽ മാത്രമാണ് നമുക്ക് ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നുള്ളൂ. ബാക്കി ഈ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലാണെങ്കിലോ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലാണെങ്കിലോ നമുക്ക് ഡ്രൈനെസ് ഫ്രാക്ഷനിൽ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഡ്രൈനെസ് ഫ്രാക്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ ഡിവൈഡ് ബൈ മാസ് ഓഫ് സാച്ചുറേറ്റഡ് ലിക്വിഡ് പ്ലസ് മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ അല്ലെങ്കിൽ ടോട്ടൽ മാസ്. അപ്പോൾ ഇവിടെ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും, മാസ് ഓഫ് സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ കേസിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ 0 ആയിരിക്കും, mg 0 ആയിരിക്കും, ഡ്രൈനെസ് ഫ്രാക്ഷൻ 0 ആയിരിക്കും. ഇനി സാച്ചുറേറ്റഡ് സോളിഡ് സ്റ്റേറ്റിൻ്റെ കേസിലോ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റിൻ്റെ കേസിൽ മാസ് ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് mg ആയിരിക്കും, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, mg തന്നെയായിരിക്കും. കാരണം എന്താണ്, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ മാസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഈ സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റിൽ. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ അതുകൂടെ ഓർത്ത് വെക്കുക, ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ വാല്യൂ എപ്പോഴും 0നും 1നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. അതായത് ഈ മിക്സ്ചറിൻ്റെ കേസിൽ നിങ്ങളൊരു ഡ്രൈനെസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഡ്രൈനെസ് ഫ്രാക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എപ്പോഴും എന്തിനിടയിലായിരിക്കണം, 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കണം, 0ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കണം ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ വാല്യൂ. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലോ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിലെ ഡ്രൈനെസ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ 0 ആയിരിക്കും. സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ഈ മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സിംപ്ലി പറയുന്നത് ഇതിൻ്റെ ഒരു ആവറേജ് പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് ഒരു ആവറേജ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സ്ചറിൻ്റെ പ്രോപ്പർട്ടി കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇവിടെ സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കും എന്തുണ്ടാവുക, ഈ മിക്സ്ചറിന് ഉണ്ടാവുക. ഇപ്പോൾ സാച്ചുറേറ്റഡ് ഇവിടെ ഈ സ്പെസിഫിക് വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ സ്പെസിഫിക് വോളിയവും സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ സ്പെസിഫിക് വോളിയം എടുത്തു കഴിഞ്ഞാൽ ഈ മിക്സ്ചറിൻ്റെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്തിനിടയിലായിരിക്കും, ഇൻ ബിറ്റ്വീൻ ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് വോളിയത്തിനും മിക്സ്ചറിൻ്റെ വേപ്പറിൻ്റെ സ്പെസിഫിക് വോളിയത്തിനും ഇടയിലായിരിക്കും. അതായത് ഈ വോളിയം എന്ന് പറയുന്നത് ലിക്വിഡിൻ്റെ സ്പെസിഫിക് വോളിയത്തിനേക്കാൾ കൂടുതലായിരിക്കും, വേപ്പറിൻ്റെ സ്പെസിഫിക് വോളിയത്തിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഒരു ആവറേജ് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ മിക്സ്ചറിൻ്റെ ഇവിടെ ഒരു മിക്സ്ചർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ y എന്നുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നു. y എന്നുള്ളൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ y എന്നുള്ളതിൻ്റെ y എന്നുള്ളൊരു പ്രോപ്പർട്ടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ y-യുടെ വാല്യൂ എങ്ങനെയായിരിക്കും, സാച്ചുറേറ്റഡ് ലിക്വിഡിലുള്ള y-യുടെ വാല്യൂ പ്ലസ് ഡ്രൈനെസ് ഫ്രാക്ഷൻ ഇൻറ്റു ആവറേജ് y ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് YFG എന്ന് എഴുതാം. YFG ആവറേജിന് നമ്മൾ YFG എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതായത് ലിക്വിഡിൻ്റെ y പ്രോപ്പർട്ടീസ് പ്ലസ് ഡ്രൈനെസ് ഫ്രാക്ഷൻ ഇൻറ്റു YFG എന്ന് വെച്ച് കഴിഞ്ഞാൽ YG, അതായത് വേപ്പറിൻ്റെ ആ y പ്രോപ്പർട്ടി മൈനസ് ലിക്വിഡിൻ്റെ y പ്രോപ്പർട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാം. എന്തിന്, നമുക്ക് ഒരു
മിക്സ്ചറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനെയും നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇത് y എന്നുള്ളൊരു കോമൺ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈ മിക്സ്ചറിൻ്റെ y എന്നുള്ള പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു y f, അതായത് ലിക്വിഡിൻ്റെ y പ്രോപ്പർട്ടി ഇൻ പ്ലസ് എക്സ് ഇൻറ്റു ആവറേജ് y പ്രോപ്പർട്ടി y f g എന്ന് എഴുതാം. ഈ y f g എന്താണ്? y g മൈനസ് y f ആണ്. y g അതായത് വേപ്പറിൻ്റെ y പ്രോപ്പർട്ടി മൈനസ് ലിക്വിഡിൻ്റെ y പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ y f g എന്നുള്ള ടേം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി, മിക്സറിൻ്റെ ഇൻറ്റേർണൽ എനർജി എങ്ങനെ എഴുതാം? ആവറേജ് ഇൻറ്റേർണൽ എനർജി എങ്ങനെയായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഇൻറ്റേർണൽ എനർജി പ്ലസ് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു ഇൻറ്റേർണൽ എനർജി ഓഫ് ആവറേജ് ഇൻറ്റേർണൽ എനർജി, അതായത് യു ഇൻറ്റു എഫ് ജി എന്ന് എഴുതാം. യു എഫ് ജി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി എങ്ങനെ എഴുതാം? യു ആവറേജ് ഈസ് ഈക്വൽ ടു യു എഫ് പ്ലസ് എക്സ് ഇൻറ്റു യു എഫ് ജി. അതുപോലെ തന്നെ എന്താൽപ്പി എഴുതുവാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, എച്ച് ആവറേജ് ഈസ് ഈക്വൽ ടു എച്ച് എഫ് പ്ലസ് എക്സ് എഫ് ജി. അതുപോലെ തന്നെ നമുക്ക് എൻട്രോപ്പി എഴുതുവാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ആവറേജ് ഈസ് ഈക്വൽ ടു എസ് എഫ് പ്ലസ് എക്സ് ഇൻറ്റു എസ് എഫ് ജി എന്ന് എഴുതാം. ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, മിക്സറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രൈനസ് ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സൂപ്പർ ഹീറ്റഡ് വേപ്പറും സബ് കൂൾഡ് ലിക്വിഡും അതിൻ്റെ പ്രോപ്പർട്ടീസും നമുക്കറിയാം. സൂപ്പർ ഹീറ്റഡ് വേപ്പർ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? ഈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൻ്റെ റൈറ്റ് സൈഡിലാണ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ സ്റ്റേറ്റ് വരുന്നത്, അല്ലേ? സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ വീണ്ടും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴാണ്, സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും? സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ റീജിയനാണ് നമ്മൾ സൂപ്പർ ഹീറ്റഡ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ഈ സൂപ്പർ ഹീറ്റഡ് റീജിയൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സാച്ചുറേറ്റഡ് ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. സൂപ്പർ ഹീറ്റഡ് റീജിയൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ ആയിരിക്കും. അതായത് ഇതായിരിക്കും എന്ത്? സാച്ചുറേറ്റഡ് വേപ്പർ ടെമ്പറേച്ചർ. അതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ മൈനസ് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറിൻ്റെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓർത്ത് വെക്കുക. പ്രഷർ എന്തായിരിക്കും? സാച്ചുറേഷൻ പ്രഷറിനേക്കാൾ കുറവായിരിക്കും എന്ത്? സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചറിലുള്ള പ്രഷർ എന്ന് പറയുന്നത് സാച്ചുറേഷൻ പ്രഷറിനേക്കാൾ കുറവായിരിക്കും. അതുപോലെ ടെമ്പറേച്ചർ ആണെങ്കിലോ, ടെമ്പറേച്ചർ എപ്പോഴും സാച്ചുറേഷൻ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. ഹയർ ടെമ്പറേച്ചറിലായിരിക്കും എന്തുണ്ടാവുക? സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഉണ്ടാവുക. ഇനി സ്പെസിഫിക് വോളിയം എടുക്കുമ്പോൾ എന്താണ്? സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സ്പെസിഫിക് വോളിയം എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. വെറ്റ് സ്റ്റീം എന്നല്ലെങ്കിൽ വെറ്റ് പ്രോപ്പർട്ടീസിൽ നിന്ന് ഗ്യാസിയസ് പ്രോപ്പർട്ടീസിലേക്ക് പോകുമ്പോൾ അവിടെ എന്താണ്? സ്പെസിഫിക് വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറ്റഡ് കേസിൽ സ്പെസിഫിക് വോളിയം എന്തായിരിക്കും? ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ ഇന്റേണൽ എനർജി എന്തായിരിക്കും? ഇന്റേണൽ എനർജി ഡെഫിനറ്റ്ലി ഹയർ ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ എനർജി ഗ്രേറ്റർ ദാൻ സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എൻതാൽപ്പിയും ഹയർ ആയിരിക്കും. സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലുള്ള എൻതാൽപ്പി സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലെ എൻതാൽപ്പിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഓർത്ത് വെക്കേണ്ടത്. പ്രഷർ എന്തായിരിക്കും? ലോ ആയിരിക്കും. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? സാച്ചുറേറ്റഡ് സ്റ്റേറ്റിനേക്കാൾ ഹയർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സബ് കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് എന്ന് പറയും. സബ് കൂൾഡ് ലിക്വിഡ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ്. ഇവിടെ എന്തായിരിക്കും? അതായത് ഈ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റിനേക്കാൾ താഴെയുള്ള അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? സബ് കൂൾഡ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് സാച്ചുറേറ്റഡ് ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കും എന്ത്? സബ് കൂളിംഗ് സ്റ്റേറ്റിലെ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ. ഈ സബ് കൂളിംഗ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറാത്ത ലിക്വിഡ്സിനെയാണ് നമ്മൾ കംപ്രസ്ഡ് ലിക്വിഡ് അല്ലെങ്കിൽ സബ് കൂൾഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് സാച്ചുറേഷൻ ലൈൻ വരെ എത്തണം. സാച്ചുറേഷൻ ലൈനിലെത്തി അല്ലെങ്കിൽ സാച്ചുറേഷൻ സ്റ്റേറ്റിൽ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്?
വേപ്പർ സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിൻ്റെ ലെഫ്റ്റിലുള്ള അല്ലെങ്കിൽ ഈ സാച്ചുറേറ്റഡ് ലൈനിൻ്റെ ലെഫ്റ്റിലുള്ള ഈ ടെമ്പറേച്ചർ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ് കൂൾഡ് റീജിയൻ അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സബ് കൂൾഡ് ലിക്വിഡിൻ്റെ കേസിൽ സബ് കൂൾഡ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സാച്ചുറേറ്റഡ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, ടി സാച്ചുറേറ്റഡ് മൈനസ് ടി സബ് കൂൾഡ് ലിക്വിഡ് അതായത് സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ മൈനസ് സബ് കൂൾഡ് ലിക്വിഡിൻ്റെ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ സബ് കൂളിംഗ് അല്ലെങ്കിൽ കംപ്രസ്ഡ് ലിക്വിഡിൻ്റെ കേസിൽ പ്രഷർ എന്തായിരിക്കും, പ്രഷർ എപ്പോഴും സാച്ചുറേഷൻ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. ടെമ്പറേച്ചർ സാച്ചുറേഷൻ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലായിരിക്കും. സ്പെസിഫിക് വോളിയം സാച്ചുറേഷൻ സ്റ്റേറ്റിൻ്റെ സ്പെസിഫിക് വോളിയത്തിനേക്കാൾ കുറവായിരിക്കും. ഇൻറ്റേർണൽ എനർജി സാച്ചുറേഷൻ സ്റ്റേറ്റിനേക്കാൾ കുറവായിരിക്കും. അതുപോലെ തന്നെ എൻതാൽപ്പിയും സാച്ചുറേറ്റഡ് സ്റ്റേറ്റിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ കംപ്രസ്ഡ് ലിക്വിഡിൻ്റെ കേസിൽ ഇത്രയും പ്രോപ്പർട്ടീസാണ് നമ്മൾ മനസ്സിലാക്കി വെക്കാനുള്ളത്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കേസിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.